ഗൈസ്, ഇപ്പോൾ MacBook Pro 14 ഇഞ്ചിൻ്റെ ഒരു അൺബോക്സിംഗ് പ്ലസ് ഒരു ഇനിഷ്യൽ ഇംപ്രഷൻ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്നു ഒരു പ്രോപ്പർ റിവ്യൂ അല്ലെങ്കിൽ ഒരു ഓവർ റിവ്യൂ ഒരു 1 month യൂസ് ചെയ്തിട്ട് നമുക്കത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പം ഈ ഒരു മാസം കൊണ്ട് എനിക്കുണ്ടായ ആ ഒരു പോസിറ്റീവ്സും നെഗറ്റീവ്സും അതുപോലെ തന്നെ എന്താണ് ഈ ഒരു ലാപ്ടോപ്പ് എടുക്കാനുള്ളവരോട് പറയാനുള്ള കാര്യം, അതാണ് എനിക്കിന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം ഞാനിപ്പോൾ റിവ്യൂ ചെയ്യുന്ന ഈ ഒരു യൂണിറ്റിൻ്റെ ആ ഒരു സ്പെക്ക് എന്ന് പറയുന്നത് M2 Pro ചിപ്പ് വെച്ചിട്ടുള്ള ബേസ് ലൈനാണ്. അതായത് 10 കോർ GPU വേർഷനാണ്, ബേസ് വേരിയൻ്റ് ആണ്. ആ ഒരു ബേസ് വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 2 ലക്ഷം, 1,99,990 രൂപ. അതാണ് അതിൻ്റെ ആ ഒരു പ്രൈസ് റേഞ്ച്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിയാണ്, 2 ലക്ഷം എന്നാണ് അവരുടെ ആ ഒരു മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ആ ഒരു പ്രൈസ് കേൾക്കുമ്പോൾ തന്നെ മിക്കവരുടെ കിളി പോകും. ശരിയാണ്, നല്ല റേറ്റ് ആണ്. പക്ഷേ ആ ഒരു വിലയ്ക്കല്ല ഇപ്പോൾ നമുക്ക് മാർക്കറ്റുകളിൽ കിട്ടുന്നത്. ഏകദേശം 1,50,000 വരെ നമുക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്, പലധികം ഓഫേഴ്സൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ 1,50,000 വലിയൊരു എമൗണ്ട് തന്നെയാണ്. എങ്കിലും ആ 2 ലക്ഷത്തിൻ്റെ മുതൽ നമുക്ക് 1,50,000 അല്ലെങ്കിൽ 1,60,000 രൂപയ്ക്ക് കിട്ടുകയെന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അപ്പം ആപ്പിളിൻ്റെ തന്നെ സ്റ്റുഡൻറ്റ് ഓഫേഴ്സും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡ് ഓഫേഴ്സൊക്കെ ഉള്ളതാണ്. അപ്പം അതൊക്കെ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതാണ് ഒരു പ്രൈസിൻ്റെ ഓവർവ്യൂ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ആ ഒരു പ്രൈസ് കൊടുത്ത് ഇത് വാങ്ങിക്കാൻ നമുക്ക് എന്തൊക്കെ ഇത് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 8-9 വർഷത്തേക്കുള്ളൊരു പവർഫുൾ മെഷീൻ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അത്രേ ഉള്ളൂ എനിക്ക് ഒരു സമ്മറി ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾ ആ ഒരു തീരുമാനം എടുക്കുക, ഇത് വേണോ വേണ്ടയോ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പോസിറ്റീവ് തന്നെ ഫസ്റ്റ് തുടങ്ങാം. ഇതിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ആ സാധനം ഓപ്പൺ ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഫീലാണ് ഇത് യൂസ് ചെയ്യാനായിട്ട്. കാരണം അതായത് 120 ആ ഒരു അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റും അതുപോലെ തന്നെ ആ ഒരു ഡിസ്പ്ലേയുടെ കാര്യമൊക്കെ വരാം. എന്തായാലും ആ ഒരു ഡിസ്പ്ലേയുടെ ആ ഒരു ഫ്ലോയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അതുപോലെ തന്നെ ആ ഒരു റെസ്പോൺസ് ഒക്കെ കാണുമ്പോൾ നല്ല ഫീലാണ് ഇത് യൂസ് ചെയ്യാൻ. പിന്നെ ആ ഒരു ഡിസൈൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ തന്നെ മെറ്റൽ ബിൽഡാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു പിടിക്കുമ്പോൾ തന്നെ ഒരു ഹാൻഡ്സ് ഓൺ ഫീലും അതുപോലെ തന്നെ വെയിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1.6 kgs ആണ് ഇതിനകത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ടെങ്കിലും ഒരു പ്രോ ലാപ്ടോപ്പ് വെച്ച് നോക്കുമ്പോൾ അത് വെയിറ്റ് കുറവാണ്. ഓക്കെ, ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പിൻ്റെ ഒക്കെ കാര്യം പറയുകയാണെങ്കിൽ 1.9 kgs ഒക്കെ അതിന് മേളിലേക്ക് വരുന്നതാണ്. അപ്പം ഒരു പ്രോ ക്രിയേറ്റർ ലാപ്ടോപ്പ് വെച്ച് നോക്കുമ്പോൾ ഇതൊരു ബെസ്റ്റ് വെയിറ്റുമാണ്, അതുപോലെ തന്നെ ബെസ്റ്റ് ഡിസൈനുമാണ്, കോമ്പാക്റ്റുമാണ്. പിന്നെ യൂസർ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു macOS വിഷയമാണ് മെയിനായിട്ടും. ആ ഒരു macOSൽ കുറച്ച് പോരായ്മകളൊക്കെ ഉണ്ടായത് നമ്മൾ ആ ഒരു നെഗറ്റീവ്സിൽ പറയാം. എന്നാലും ആ ഒരു macOSന് തന്നെ നല്ല രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ആപ്ലിക്കേഷൻസ് ഒക്കെ ബിൽഡ് ചെയ്യുന്നത്. നല്ല ഇപ്പം ആപ്പിളിൻ്റെ ആ ഒരു M1 ചിപ്പ് ആയതുകൊണ്ട് തന്നെ നല്ല റെസ്പോൺസാണ് ഈ ഒരു ആപ്പ് ഓപ്പൺ ആവാനും അതുപോലെ തന്നെ ആ ഒരു ആപ്പിൻ്റെ ലേഔട്ടും കാര്യങ്ങളും പിന്നെ അതിനകത്ത് ആ ഒരു ആനിമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കാൻ തോന്നും. അത് അത്രയ്ക്ക് അടിപൊളിയായിട്ടാണ് ആ ഒരു ആപ്സ് ഒക്കെ അവർ മാനേജ് ചെയ്തിട്ടുള്ളത് macOSൽ. ഇനിയിപ്പോൾ ആപ്പ് സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ ഐഫോൺ പോലെയല്ല. നമുക്ക് സാധാരണ ഐഫോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ആൻഡ്രോയിഡിലുള്ള എല്ലാ ആപ്ലിക്കേഷനൊന്നും ഐഫോൺസിൽ അവൈലബിൾ അല്ല. പക്ഷേ ഈ ഒരു macOSൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ സംഭവം തിരിച്ചാണ്. ഈ ഒരു macOSലാണ് വിൻഡോസിനേക്കാളും ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻസ് ഒക്കെ സപ്പോർട്ട് വരുന്നത്. അതായത് ഇപ്പം മിക്ക എല്ലാ ഡെവലപ്പേഴ്സും ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ ഫസ്റ്റ് macOSലായിരിക്കും അത് ആദ്യം പബ്ലിഷ് ചെയ്യുക, അത് കഴിഞ്ഞിട്ടേ വിൻഡോസിൽ വരുള്ളൂ. ഓക്കെ, അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡെവലപ്പർ കമ്മ്യൂണിറ്റി നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫുൾ എക്സ്പീരിയൻസ് അതിൻ്റെ ഒരു ടോപ്പ് പെർഫോമൻസ് തരുന്നതും ആ ഒരു macOSൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ആപ്ലിക്കേഷൻസ് സപ്പോർട്ട് ഒരു വിഷയമല്ല, മിക്ക എല്ലാ ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും. പിന്നെ ഇതിന് വേണ്ടി നമുക്ക് ആപ്പ് സ്റ്റോർ അവൈലബിൾ ആണ്. നമ്മുടെ ആ ഒരു നമ്മുടെ ഐഫോണിൽ കാണുന്ന സെയിം ആപ്പ് സ്റ്റോർ തന്നെയാണ്. പക്ഷേ ഇത് മാക് സപ്പോർട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് വരുള്ളൂ. അതുപോലെ തന്നെ ഐപാഡ് സപ്പോർട്ട് ചെയ്ത ആപ്ലിക്കേഷൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പം ആ ഒരു ആപ്പ് സ്റ്റോറിൽ തന്നെ ക്രിയേറ്റർ ആപ്ലിക്കേഷൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഡാവിഞ്ചി റിസോൾവ് അതുപോലെ തന്നെ ഫോട്ടോഷോപ്പ് അങ്ങനത്തെ കുറേ പരിപാടികൾ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കതിന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഫ്രീ ആയിട്ട്. പിന്നെ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ആപ്പിളിൻ്റെ തന്നെ ഒരു പവർഫുൾ സോഫ്റ്റ്വെയർ ഉണ്ട്, ലോജിക് പ്രോ. അതിന് ഏകദേശം 27,000 രൂപയാണ്, പൈസ കൊടുക്കണം. അതുപോലെ തന്നെ ആപ്പിളിൻ്റെ തന്നെ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ഫൈനൽ കട്ട് പ്രോയും ഒക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ആപ്പ് സ്റ്റോറിൽ കൂടെ. അപ്പം വേറെ സൈറ്റിൽ കയറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല, ആപ്പ് സ്റ്റോറിൽ ഡയറക്റ്റ് ഉള്ളതാണ്. അപ്പോൾ നമ്മളെ ആ ഐഫോണിലെ ആ ഒരു ആപ്പ് സ്റ്റോർ പോലെ തന്നെ നമുക്ക് മിക്ക എല്ലാ ആപ്ലിക്കേഷനും macOSൻ്റെ ആ ഒരു ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഗെയിംസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗെയിംസ് നല്ല രീതിയിൽ അതിനകത്തില്ല. ഓക്കെ, നമുക്ക് ഐപാഡ് സപ്പോർട്ട് ചെയ്യുന്ന ഗെയിംസാണ് അതിനകത്ത് വരുന്നത്. പിന്നെ ആപ്പിളിൻ്റെ ഈ ഒരു M2 ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഗെയിമിങ്ങിന് അത്യാവശ്യം എന്താ പറയുക ഹൈപ്പ് കൊടുത്തിട്ടാണ് ഇറക്കിയത്. അപ്പോൾ ആ ഒരു സമയത്ത് അവരുടെ ട്രെയിലറിലൊക്കെ കാണിച്ചൊരു ഗെയിമാണ് റെസിഡൻറ്റ് ഈവിൽ. ഓക്കെ, ആ ഒരു ഗെയിം നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആണ്, പൈസ കൊടുക്കണം, എത്രയാണെന്ന് അറിയില്ല, എന്തായാലും പൈസ കൊടുത്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഒരു ഗെയിമാണ് macOSന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഉണ്ടാക്കിയ ഫസ്റ്റ് ഗെയിം. ഓക്കെ, ഒരു പ്രോ ഗെയിമാണത്, അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു ഗെയിമാണ്. അത് നിങ്ങൾക്ക് പൈസ കൊടുത്ത് ആപ്പ് സ്റ്റോറിൽ നിന്ന് വാങ്ങാം. പിന്നെ ഇതിനകത്ത് നമുക്ക് ആ ഒരു സ്റ്റീമും അതുപോലെ തന്നെ എപ്പിക് ഗെയിംസ് അങ്ങനത്തെ ആപ്ലിക്കേഷനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്ലാറ്റ്ഫോംസിലും ആപ്പിളിന് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഗെയിംസും നിങ്ങൾക്ക്
ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഗെയിംസ് ഒന്നും ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്തില്ല. പക്ഷേ ഗെയിമിൻ്റെ കാര്യത്തിൽ നമുക്കൊരു നെഗറ്റീവ് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു നെഗറ്റീവ്സിൽ പറയാം. പിന്നെ രണ്ടാമതായിട്ട് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. പ്രോ ഫീച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോ എക്സ്പീരിയൻസ് തന്നെയാണ്. നിങ്ങളിപ്പോൾ ഏത് സിനിമ കണ്ടാലും അതുപോലെ തന്നെ HDR കണ്ടന്റ് ആയിക്കോട്ടെ, ഡോൾബി വിഷൻ സപ്പോർട്ട് ചെയ്യുന്ന കണ്ടന്റ് ആയിക്കോട്ടെ, വിഷയമില്ല, നിങ്ങൾക്ക് ഇതിനകത്ത് നൈസായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് ഒക്കെ പോലത്തെ ആപ്ലിക്കേഷനൊക്കെ ഇതിനകത്ത് കാണുവാണെങ്കിൽ വിഷയം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിസ്പ്ലേ അതിലേക്കൊന്നും പറയാനില്ല. 1600 Hz പീക്ക് ബ്രൈറ്റ്നസ് ഉള്ള ഒരു മിനി LED പാനലാണ് കൊടുത്തിട്ടുള്ളത്. 120 Hz റിഫ്രഷ് റേറ്റ്, അതും അഡാപ്റ്റീവ് റിഫ്രഷ് റേറ്റ് ആണ്, മൂവ്മെൻറ്റിനനുസരിച്ചുള്ള സംഭവം. ഓക്കെ, പിന്നെ XDR എന്നാണ് ആപ്പിൾ ഇതിനെ വിളിക്കുന്നത്. XDR എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം ഡൈനാമിക് റേഞ്ച് എന്നാണ്. വലിയ കാര്യമൊന്നുമില്ല, സെയിം സംഭവം തന്നെ, ആ പേരിന് മാത്രമേ വ്യത്യാസമുള്ളൂ. പക്ഷേ ഇവിടെ മിനി LED ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ ഡീപ്പർ ബ്ലാക്ക്സ് ആണ്. ഇപ്പം നിങ്ങൾ രാത്രി ഇത് ഓണാക്കിയിടുവാണെങ്കിൽ നമുക്ക് AMOLED സ്ക്രീനിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, ആ ഒരു സെയിം എഫക്റ്റാണ് നമുക്ക് ഈ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ കിട്ടുന്നത്. പിന്നെ 1 ബില്യൺ കളർ സപ്പോർട്ടിൻ്റെ കാര്യമുണ്ട്. അതുപോലെ തന്നെ വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ തന്നെ കളർ ഗ്രേഡിംഗ് പ്ലാറ്റ്ഫോമൊക്കെ നോക്കുകയാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വൈഡ് കളർ P3 കളർ സ്പേസ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ കളർ ഗ്രേഡിങ്ങിനൊക്കെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ആണത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ആപ്പിളിൻ്റെ ആ ഒരു ട്രൂ ടോൺ എന്ന് പറയുന്ന ടെക്നോളജി വരുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ യൂസ് ചെയ്യും, വീഡിയോ എഡിറ്റ് ചെയ്യുന്ന എടുത്ത് ഓഫ് ചെയ്യും. ട്രൂ ടോൺ എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് നമ്മുടെ ആ ഒരു ആംബിയൻസിനനുസരിച്ചിട്ടുള്ള ആ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് അവിടെ വരും. അപ്പോൾ നമ്മുടെ ആംബിയൻസ് മൊത്തം ഒരു മഞ്ഞ എഫക്റ്റ് ആണെങ്കിൽ ഡിസ്പ്ലേ മഞ്ഞ കളറാവും. പിന്നെ ഒരു ട്യൂബ് ലൈറ്റിനൊക്കെ അടിയിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബ്ലൂ എഫക്റ്റ് ആയിരിക്കും വരിക, അതായത് കൂൾ ടെമ്പറേച്ചർ ആയിട്ടുള്ള കളറായിരിക്കും വരുന്നത്. അപ്പം അതാണ് ട്രൂ ടോൺ ടെക്നോളജി. ഇപ്പം മൂന്നാമതായിട്ടുള്ള ആ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ ആ ഒരു സ്പീക്കറാണ്, വിഷയം സ്പീക്കറാണ്. നമുക്ക് 6 സ്പീക്കേഴ്സാണ് അതിനകത്ത് വരുന്നത്. 2 വൂഫറും അതുപോലെ തന്നെ ബാക്കി സ്പീക്കേഴ്സുമാണ്. ക്വാളിറ്റി വിഷയം ക്വാളിറ്റിയാണ്. ഡോൾബി അറ്റ്മോസും അതുപോലെ തന്നെ ആപ്പിളിൻ്റെ സ്പേഷ്യൽ ഓഡിയോ സപ്പോർട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പം സ്ക്രീനിൻ്റെ കാര്യത്തിലാണെങ്കിൽ അതുപോലെ തന്നെ സ്പീക്കേഴ്സും വിഷയമാണ്. പിന്നെ ഇവിടെ ഞാൻ ആ ഒരു ക്വാളിറ്റി ടെസ്റ്റ് എന്ന കാര്യങ്ങളൊന്നും ഇവിടെ കാണിക്കുന്നില്ല. ഓൾറെഡി നമ്മൾ ആ ഒരു അൺബോക്സിംഗ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, ജസ്റ്റ് അവിടെ കണ്ടു നോക്കിയാൽ മതി, നൈസാണ്. അടുത്തായിട്ട് ഇതിൻ്റെ ബാറ്ററി ആൻഡ് ചാർജിങ്ങിൻ്റെ ഭാഗത്തിലേക്ക് വരുവാണെങ്കിൽ ബാറ്ററി വിഷയമാണ്. ഇപ്പോൾ M സീരീസ് ചിപ്പ് ആയതുകൊണ്ട് തന്നെ ലോങ് ലാസ്റ്റിംഗ് ബാറ്ററീസാണ് വരുന്നത്. അതായത് നിങ്ങളിപ്പോൾ ഒരു 80% ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ, അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് ടൈപ്പിംഗ്, എന്തെങ്കിലും ഡോക്സ് ടൈപ്പ് ചെയ്യുക, അതുപോലെ തന്നെ Excel അങ്ങനത്തെ പരിപാടികളൊക്കെയാണെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 3 ദിവസം ചാർജ് ചെയ്യേണ്ട. അതല്ല ഒരു വീഡിയോ എഡിറ്റിംഗ് ആണ് നിങ്ങളുടെ പരിപാടിയെങ്കിൽ ഒരു 80% ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ വീഡിയോ എഡിറ്റ് ചെയ്ത് മൊത്തം വരുമ്പോഴേക്കും ഒരു 70% ആയി കാണുള്ളൂ. ഓക്കെ, അപ്പം ആ ഒരു റേഞ്ചിൽ നിങ്ങൾക്ക് ബാറ്ററി സേവ് ചെയ്യാൻ പറ്റും. പിന്നെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ ആ ഒരു ഫാൻ കറങ്ങത്തില്ലെന്നാണ് ഇതിൻ്റെ മെയിൻ വിഷയം. അതാണ് ആപ്പിളിൻ്റെ ഒരു പ്രോബ്ലം. പക്ഷേ ഫാൻ കറങ്ങുകയില്ല, അതുപോലെ തന്നെ ഹീറ്റും ഇല്ല, അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. നമുക്ക് ആ ഒരു കാര്യം നമുക്ക് പെർഫോമൻസിൻ്റെ ഭാഗത്തിലേക്ക് വരുമ്പോൾ പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബാറ്ററി കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ബാറ്ററി എഫക്റ്റ് കിട്ടും. ഇനിയിപ്പോൾ ചാർജിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ബേസ് ലൈൻ ആയതുകൊണ്ട് 67 വാട്ടിൻ്റെ ആ ഒരു ചാർജറാണ് ആ ഒരു ബോക്സിൽ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ അപ്ഗ്രേഡഡ് വെർഷൻ M2 Pro 12 കോർ CPU ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 96 വാട്ടിൻ്റെ ഒരു ചാർജറാണ് വരിക. അത് നിങ്ങൾക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഈ 67 വാട്ടിൻ്റെ ചാർജർ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് 20 മുതൽ 80 വരെ ചാർജ് ചെയ്യാൻ 30 മിനിറ്റ് മതി. 30 അല്ലെങ്കിൽ 35 മിനിറ്റ് കൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ചാർജിങ്ങും ബാറ്ററിയും നൈസാണ്, പൊളിയാണ്. ഇനിയിപ്പോൾ അടുത്തതായിട്ടാണ് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ്. ഇതിൻ്റെ ഈ ലാപ്ടോപ്പിൻ്റെ മെയിൻ സാധനമാണ് പെർഫോമൻസ്. ഞാൻ ആ ഒരു വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറഞ്ഞല്ലോ, സംഭവം ഇങ്ങനെയാണ്. 4K 60 FPS ഒരു വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഏകദേശം 8 മിനിറ്റ് ആണ്. ഓക്കെ, അത് റെൻഡർ ചെയ്യാൻ, അതും 4K, ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് 4K ആണ്, അത് റെൻഡർ ചെയ്യാൻ എടുത്ത സമയം 8 മിനിറ്റ് ആണ്. ഓക്കെ, 8 മിനിറ്റിലുള്ള വീഡിയോ റെൻഡർ ചെയ്യാൻ 8 മിനിറ്റ് എടുത്തത്. അപ്പം ആ ഒരു 8 മിനിറ്റിൽ റെൻഡർ ചെയ്തപ്പോൾ സാധാരണ ഒരു 4K ഒക്കെ നിങ്ങൾ റെൻഡർ ചെയ്യാൻ നിങ്ങൾ ഒരു വിൻഡോസിൽ ശ്രമിക്കുകയാണെങ്കിൽ, ഗെയിമിംഗ് ലാപ്ടോപ്പ് ആണെങ്കിൽ റെൻഡർ ചെയ്യാൻ ഇടുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഫാനിൻ്റെ സൗണ്ട് കയറി വരുന്നത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. അതുപോലെ ഒരു കണ്ടന്റ് ക്രിയേഷൻ വിൻഡോസ് ലാപ്ടോപ്പ് ആയാലും ഡെസ്ക്ടോപ്പ് ആയാലും ഫാൻ കറങ്ങുന്നത് നിങ്ങൾക്ക് കേൾക്കാം. പക്ഷേ ഈ സാധനത്തിനകത്ത് ഫാൻ കറങ്ങുന്നത് നിങ്ങൾ കേൾക്കില്ല. ഓക്കെ, വാംത്ത് പറഞ്ഞ സംഭവമില്ല. 8 മിനിറ്റിൻ്റെ ഈ ഒരു വീഡിയോ 4K 60 FPS അത് പറയാൻ പോലും പറ്റാത്തൊരു എഫക്റ്റിലാണ് അത് റെൻഡറായി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും പവർഫുള്ളാണ്. ഇതിപ്പോൾ ഈ ഒരു പവർഫുൾനെസ് എത്ര നാളുണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഇതുവരെ ഇപ്പോൾ ഇത്ര നാളത്തെ ആ ഒരു യൂസിലും അതുപോലെ ഇപ്പോൾ ഈ കാണുന്ന ഈ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന അതിനകത്താണ്. അപ്പം ടൈം ലൈനിൻ്റെ ആ ഒരു സ്കർബിങ് കാര്യങ്ങളൊക്കെ വിഷയമാണ്, സ്മൂത്താണ്, അടിപൊളിയാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലേക്ക് എനിക്കൊന്നും പറയാനില്ല. വിഷയം ചിപ്സെറ്റാണ് ഈ M2 Pro. ഇപ്പം ഈ ഒരു M2 Pro ബേസ് മോഡൽ ഇതിങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ M2 Max എന്തായിരിക്കും നമുക്ക് ഊഹിക്കാവുള്ളൂ. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഓവറോൾ ആയിട്ടുള്ള ആ ഒരു പോസിറ്റീവ്സിനെ പറ്റി പറയാൻ. ഇനിയാണ് നെഗറ്റീവ്സ് എന്ന് പറയാൻ. അപ്പം ഇത്രയും വലിയ പൈസ കൊടുത്തുള്ള ലാപ്ടോപ്പ്, ഇത്രയും ഫീച്ചേഴ്സ്, ഇത്രയും അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിലും നമുക്ക് നെഗറ്റീവ്സും ഈ ഒരു ലാപ്ടോപ്പിലുണ്ട്. ഫസ്റ്റ് തന്നെ ഗെയിമിങ്ങിൻ്റെ കാര്യം തന്നെയാണ്. ഗെയിമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഗെയിം സപ്പോർട്ടിൻ്റെ അല്ല ഇവിടെ. ഗെയിം സപ്പോർട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഗെയിം ഇപ്പം
പല പുതിയ ഗെയിംസും ആപ്പിളിനും സപ്പോർട്ടായിട്ട് ഓൾറെഡി നമുക്ക് എപ്പിക് ഗെയിംസിലൊക്കെ കിട്ടും. എനിക്ക് നെഗറ്റീവായിട്ട് തോന്നാൻ കാരണം ഞാൻ ആപ്പ് സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് ഒരു ഷൂട്ടിംഗ് ഗെയിം, അത് വലിയ ഗ്രാഫിക്സ് ഒന്നും ഇല്ലാത്തൊരു ഷൂട്ടിംഗ് ഗെയിം ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആപ്പ് സ്റ്റോറിൽ നിന്നാണ് എടുത്തത്. മാക്സിമം ഒരു 700 MB ഉണ്ടാവും ആ ഒരു ഗെയിമിന്. അപ്പം ആ ഒരു ഗെയിം ചുമ്മാ ഓണാക്കി മറ്റേ ആ ഒരു ലോഡിങ് സ്ക്രീൻ അല്ലെങ്കിൽ ആ ഒരു ഇനിഷ്യൽ സ്ക്രീൻ ഉണ്ടല്ലോ, പ്ലേ ഓപ്ഷൻ സെറ്റിങ്സ്, ആ ഒരു സ്ക്രീനിൽ ഓണാക്കി ഇടുമ്പോൾ തന്നെ ഈ സാധനം ആ ഒരു കീബോർഡിൻ്റെ അവിടെ നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. വാമല്ല, ഹീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം ഹീറ്റായിട്ട് പോലും ഈ ഫാൻ ഒന്നും ഓണാവുന്നില്ല. അപ്പം ഗെയിം കളിക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു കീബോർഡിൻ്റെ ഭാഗത്ത് നല്ല ഹീറ്റിംഗ് വരുന്നുണ്ട്. ആ ഒരു ചെറിയ ഗെയിമിന് പോലും ആ ഒരു പ്രൊസസ്സറിൻ്റെ GPU നല്ല രീതിയിൽ ലോഡ് എടുക്കുന്നുണ്ട്. അത് നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. ഞാൻ നല്ല രീതിയിൽ പേടിച്ചു. കാരണം നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഇത്ര ഹീറ്റ്നെസ് ഇല്ല. അത് 4K 60 FPS 8 മിനിറ്റിൻ്റെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് ഫാൻ ഓൺ ആവുന്നില്ല, വാമില്ല, ഒരു വിഷയമില്ല. ഈ ഒരു 700 MB ഗെയിം കളിക്കുമ്പോഴാണ് ഹീറ്റ് വരിക. അതുപോലെ തന്നെ ഞാൻ ആദ്യമായിട്ടാണ് ആ ഒരു ഫാൻ ഓൺ ആവുന്നതെന്ന് കേൾക്കുന്നത്. അപ്പം ഈ ഒരു വീഡിയോ കാണുന്ന ആ ഒരു സൗണ്ട്, ആ ഫാൻ കറങ്ങുന്ന സൗണ്ടാണ് അത് ഫുൾ സ്പീഡ്. ഓക്കെ, എനിക്കറിയില്ല ഇതിൻ്റെ ആ ഒരു പ്രശ്നം എന്താണെന്ന്. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എക്സ്പീരിയൻസ്. അപ്പോൾ ഞാൻ മറ്റേ ആ ഒരു എപ്പിക് ഗെയിംസ് ആപ്പിളിൻ്റെ നേറ്റീവായിട്ടുള്ള ഗെയിംസൊന്നും ഡൗൺലോഡ് ചെയ്യില്ല, കാരണം അതൊക്കെ പൈസ കൊടുക്കണം, വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഇങ്ങനെയൊക്കെ വല്ലതും വന്നിട്ടുണ്ടോ, അതുപോലെ ഇത് നോർമലാണോ, നിങ്ങൾ ആ ഒരു മാക്കിൽ ഗെയിം കളിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യാം. അതെനിക്ക് അടിപൊളിയായിരിക്കും. അതുപോലെ ഇത് പർച്ചേസ് ചെയ്യാൻ, ഗെയിമിങ്ങിന് വേണ്ടി പർച്ചേസ് ചെയ്യാൻ നോക്കുന്നവർക്കും അടിപൊളിയായിരിക്കും. ഓക്കെ, അങ്ങനെ ഒരു വിഷയം ആ ഒരു ഗെയിമിങ്ങിൻ്റെ ഭാഗത്ത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. പിന്നെ ഫാൻ കറങ്ങുന്ന കാര്യം പറയുമ്പോൾ ഫാൻ നല്ല ഹൈ സ്പീഡ് കറങ്ങുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് തണുപ്പിച്ചു. അത് കുഴപ്പമില്ല, വിഷയമില്ല. ഓക്കെ, അത്ര ഹീറ്റായിട്ട് പോലും ഹാങ് ആവോ ലാഗാവോ അതുപോലെ തന്നെ ആ ഒരു ഫ്രെയിം ഡ്രോപ്പോ അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ആ ഒരു ഹീറ്റ്നെസ് മാത്രം എനിക്ക് ഇഷ്ടമായില്ല, അത്രേ ഉള്ളൂ. പിന്നെ അടുത്തൊരു നെഗറ്റീവ് ഇതിൻ്റെ ക്യാമറയാണ്. ഇപ്പോൾ 1080p ക്യാമറയാണ് ഇതിലുള്ളത്. ആപ്പിളിൻ്റെ ലാപ്ടോപ്സ് നോക്കിക്കഴിഞ്ഞാൽ 1080p ക്യാമറ കൊടുക്കുന്ന ഒരു സീരീസാണ് M1 Pro വെച്ചിട്ടുള്ള ആ ഒരു 14 ഇഞ്ചും അതുപോലെ തന്നെ M2 Pro വെച്ചിട്ടുള്ള ആ ഒരു 14 ഇഞ്ച് സീരീസും. അപ്പം ഈ ഒരു 1080p ക്യാമറ കൊടുത്തിട്ടും വലിയ രീതിയിലുള്ള ക്വാളിറ്റി ഒന്നുമില്ല. നല്ല ലൈറ്റിംഗ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ നമുക്കതല്ല വേണ്ട. അത്യാവശ്യം ഒരു ക്വാളിറ്റി നമ്മൾ ലോ ലൈറ്റിലെങ്കിലും ഉണ്ടാവണം എന്നാണ് എൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്രയും ക്വാളിറ്റി ഇല്ല അതിൻ്റെ ക്യാമറയ്ക്ക്. ഓക്കെ, ഇപ്പോൾ ഞാൻ വലിയ രീതിയിൽ ക്യാമറ യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ, അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ വിഷയമില്ല. ഇപ്പോൾ നിങ്ങളതെല്ലാം ക്യാമറ യൂസും അതുപോലെ മീറ്റിങ്സ് അങ്ങനത്തെ വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഒരു എക്സ്ട്രാ വെക്കാൻ വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പം ക്യാമറ ഇതിൻ്റെ കുറച്ച് ക്വാളിറ്റി കുറവാണ്. ഇനിയുള്ള നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഒരു macOSലാണ്. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു macOSൽ കുറച്ച് നെഗറ്റീവ്സ് ഉണ്ടെന്ന്. സംഭവം ഓക്കെയാണ്, നമുക്ക് നല്ല ആപ്പ് സപ്പോർട്ട് ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ് യൂസ് ചെയ്യാൻ. പക്ഷേ ചില സമയത്ത് ഇതിനൊരു വിഷയമാണ് ഈ ഒരു macOS Ventura, അതാണ് ലേറ്റസ്റ്റ് മോഡൽ. അപ്പം iOS 16 ഏറ്റവും കൂടുതൽ ബഗ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ macOS Ventura'ലാണ് ഏറ്റവും കൂടുതൽ ബഗ്സ് ഉണ്ടായിട്ടുള്ളത്. ചില സമയത്ത് പല രീതിയിലുള്ള ബഗ്സാണ് വരുന്നത്. ചില സമയത്ത് ഇതിനകത്ത് ആ ഒരു എയർ ഡ്രോപ്പ് വർക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം ആ ഒരു ലോഗ് ഔട്ട് കൊടുത്തിട്ട് പിന്നെ ലോഗിൻ ചെയ്യും. അപ്പോൾ എയർ ഡ്രോപ്പ് വർക്കാവും. ഈ ഒരു സെറ്റപ്പും ആ ഒരു macOS Ventura'യുടെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അടുത്ത ഇതിൻ്റെ വിഡ്ജറ്റ്സ് ആണ്. ചില സമയത്ത് ഇതിൻ്റെ വിഡ്ജറ്റ്സ് ഇങ്ങനെ ബ്ലാക്ക് ഔട്ട് ആയിട്ട് അല്ലെങ്കിൽ വൈറ്റ് ആയിട്ടിരിക്കും, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ ഞാൻ കുറച്ചൊക്കെ സെർച്ച് ചെയ്ത് നോക്കി നെറ്റിൽ. അപ്പോൾ എനിക്ക് കിട്ടിയതാണ് നമ്മുടെ ആ ഒരു വിഡ്ജറ്റ് എന്താ പറയുക ക്രാഷ് ആവുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അത് ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്താൽ സെറ്റ് ആവുന്നതാണ്. അപ്പോൾ അത് ഫോഴ്സ് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്കൊരു കമാൻഡ് അടിക്കണം. ആ കമാൻഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു കമാൻഡ് ടെർമിനലിൽ അടിച്ച് എൻ്റർ കൊടുത്തപ്പോൾ വിഡ്ജറ്റ് ശരിയായി. ഓക്കെ, അപ്പം ഇതും ബഗ്ഗായിട്ട് തന്നെ നമുക്ക് കരുതാം. ഇങ്ങനെ ഈ ഒരു പ്രശ്നം സാധാരണ ഇങ്ങനെ വിഡ്ജറ്റിൻ്റെ വരാൻ പാടില്ലാത്തതാണ് അല്ലേ. അപ്പം ഇതൊരു ബഗ്ഗായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി അടുത്തൊരു നെഗറ്റീവ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ ഭാഗത്താണ്. ഓഡിയോ ക്വാളിറ്റിയും ബേസും അങ്ങനത്തെ ഒന്നല്ല നമ്മുടെ വിഷയം. ഇതിൻ്റെ പ്രശ്നം ഹീറ്റിംഗ് ആണ്, ഒരു വാംത്താണ്. ഒരു സ്പീക്കർ ഫുൾ വോളിയത്തിലിട്ട് കുറേ നേരം യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സ്പീക്കർ സൈഡിൽ കുറച്ച് വാംത്തുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും, ചെറിയ രീതിയിൽ. ഓക്കെ, ചെറിയ രീതിയിൽ ഫീൽ ചെയ്യും ഫസ്റ്റ്. പിന്നെ കുറച്ച് അത്യാവശ്യം വാം കൂടി വരുന്ന പോലെ ഇതുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അത് OSൻ്റെ ആണോ അതോ സ്പീക്കറിൻ്റെ വിഷയമാണോ എന്നറിയില്ല. നിങ്ങൾ ഏതെങ്കിലും MacBooksനോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് ചെയ്യുന്ന അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് നോർമലാണോ അല്ലെങ്കിൽ ഇത് യൂണിറ്റിൻ്റെ പ്രശ്നമാണോ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു വാംത്തും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഫുൾ വോളിയത്തിലിടാതെ ഒരു 70% വോളിയത്തിലിട്ടാണ് മിക്കപ്പോഴും ഇത് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള വാംത്തും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇത്രയുള്ള ഇതിൻ്റെ പോസിറ്റീവ്സും നെഗറ്റീവ്സും എന്ന് പറയാനായിട്ട് കുറേയധികം നല്ല കാര്യങ്ങളും അതുപോലെ അതിനകത്ത് കുറേ നെഗറ്റീവ്സും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും എൻ്റെ ഒരു ഒപ്പീനിയൻ വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങളൊരു കണ്ടൻറ് ക്രിയേറ്ററാണ്, അതുപോലെ തന്നെ നിങ്ങളൊരു 8-9 വർഷത്തേക്ക് വേറെ ഒരു ഡിവൈസ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇത് അടിപൊളിയാണ്. ബേസ് ലൈൻ അടിപൊളിയാണ്, നിങ്ങൾക്ക് നൈസായിട്ട് യൂസ് ചെയ്യാം ആ ഒരു 8-9 വർഷം. അതുപോലെ നിങ്ങൾ ഹാർഡ് കോർ ഡെവലപ്പർ, അതുപോലെ തന്നെ കണ്ടൻറ് ക്രിയേറ്റർ, വീഡിയോ എഡിറ്റർ, ഫോട്ടോ എഡിറ്റർ, അങ്ങനത്തെ ഒരു ഓൾറൗണ്ടർ ആണെങ്കിലും ഇത് ഓക്കെയാണ്, അടിപൊളിയാണ്. ഈ ഒരു പൈസയ്ക്ക് ഇത് വെർത്താണ്. പിന്നെ നിങ്ങളൊരു എക്സൽ യൂസറാണ്, അതുപോലെ തന്നെ പവർ പോയിൻ്റ്, ഡോക്യുമെൻ്റ് എഡിറ്റർ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ 2 ലക്ഷം രൂപ കൊടുത്ത് എടുക്കേണ്ട ഒരു ആവശ്യമില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്.
കാരണം ആ ഒരു യൂസ് കേസൊന്നും ആ ഒരു പ്രോസസ്സറിന് ഒരു വിഷയമല്ല. ഇത്രയും പൈസ കൊടുത്തിട്ട് ഈ ഒരു യൂസ് കേസിനാണെങ്കിൽ നിങ്ങൾക്കത് നഷ്ടമായിട്ട് എനിക്ക് തോന്നുള്ളൂ. എങ്കിലും ഈ ഒരു കണ്ടന്റ് കൺസ്യൂമിങ്, അതുപോലെ തന്നെ മൂവീസ് കാണാം, നെറ്റ്ഫ്ലിക്സ് സീരീസ് കാണാം, അങ്ങനത്തെ പരിപാടികളാണെങ്കിൽ ഇത് വിഷയം ഡിസ്പ്ലേ ആണ്, വിഷയം എക്സ്പീരിയൻസ് ആണ് തരാം. ആ ഒരു എക്സലും പവർ പോയിന്റ് ഒക്കെ ആണെങ്കിൽ എയർ തന്നെ ധാരാളമാണ്. ഇത്രയുള്ള എൻ്റെ ഒരു ഓവറോൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് വിഷയം സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പട്ടാന്ന് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം. അതൊരു നൈസായിട്ടൊരു കാര്യമാണ്. ഇപ്പോൾ കളർ ഗ്രേഡിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും വിഷയമാണ്. നിങ്ങൾക്ക് ഒരു റെഫറൻസ് മോണിറ്ററായിട്ട് ഇത് യൂസ് ചെയ്യാം. അത്രേ ഉള്ളൂ ഇതിൻ്റെ ആ ഒരു ഡിസ്പ്ലേനെ പറ്റി പറയാൻ. അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് തന്നെ പറയാനുള്ളത് ഒരു മാക്ബുക്കിൻ്റെ ആ ഒരു 14 ഇഞ്ചിൻ്റെ ഒരു 1 മന്ത് റിവ്യൂവിനെ പറ്റി. ഇനി നമ്മൾ 1 വർഷം കഴിഞ്ഞിട്ട് അതുപോലെ 2 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് റിവ്യൂ ഇടും. ഇത് എത്ര നാൾ ഇനി ഈ ഹൈപ്പിലുണ്ടോ അത്ര നാൾ നമ്മൾ ഇതിൻ്റെ ഒരു വീഡിയോ ഇടാൻ ശ്രമിക്കും. ഓക്കെ, അപ്പം ഈ ഒരു വീഡിയോയിലേക്ക് തന്നെയാണ് പറയാനുള്ളത് ഈ ഒരു മാക്ബുക്കിൻ്റെ ഒരു 14 ഇഞ്ചിനെ പറ്റി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത ടിപ്പിലായിട്ടാണ്.